നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത്. ഈ വാക്യം നൽകുന്ന അർത്ഥസൂചന എന്താണ്? ഇത് 1 മാർക്കിന്റെ ചോദ്യമാണ്. ഉയരങ്ങളിൽ എത്താൻ ഭാഷ വേണം, ആകാശം കാണാൻ ഭാഷ വേണം, ഭാഷ പറക്കുന്നതാണ്, ഭാഷ ആകാശമാണ്. ഏതാണ് ശരിയുത്തരം? ഉയരങ്ങളിൽ എത്താൻ ഭാഷ വേണം. പച്ചക്കറി മകൾ തന്നെ വിലപേശി സാധനങ്ങൾ വാങ്ങണമെന്ന് ലേഖകൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? വിലപേശി വാങ്ങാൻ ലേഖകൻ അറിയില്ല, വാങ്ങാൻ മകളാണ് മിടുക്കി, വിലപേശി മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ, ജീവിത നൈപുണ്യം നേടാൻ മാതൃഭാഷ അനിവാര്യം. ശരി ഉത്തരം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ജീവിത നൈപുണ്യം നേടാൻ മാതൃഭാഷ തന്നെ അനിവാര്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മകളുടെ ഭാഷാ പഠനത്തെക്കുറിച്ച് ലേഖകന്റെ നിലപാട് എന്തായിരുന്നു? അന്യഭാഷകൾക്ക് പ്രാധാന്യം നൽകണം, എല്ലാ ഭാഷകളും പഠിക്കണം, മാതൃഭാഷ നിർബന്ധമായും പഠിക്കണം, മാതൃഭാഷ പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഉത്തരം ഏതാണ്? മാതൃഭാഷ നിർബന്ധമായും പഠിക്കണം. അടുത്ത ചോദ്യം എന്താണ്? ലേഖകന്റെ അഭിപ്രായത്തിൽ ഭാഷ എന്നാൽ എന്താണ്? കേവലം പദബന്ധം, ആവിഷ്കാരത്തിന്റെ രൂപം, സംവദിക്കുന്നതിനുള്ള ഉപാധി, തൊഴിലിനായി പഠിക്കേണ്ട ഒന്ന്. എന്താണ്? ആവിഷ്കാരത്തിന്റെ രൂപം. സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. ചെറുപ്പക്കാരന്റെ ഈ വാക്കുകൾ ലേഖകനിൽ ഉണർത്തിയ ചിന്തകൾ എന്തെല്ലാമാണ്? 2 മാർക്കിന്റെ ചോദ്യമാണ്. പോയിന്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാതൃഭാഷ മാഞ്ഞു പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്: നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ലേഖകന്റെ ഈ അഭിപ്രായത്തിന് പിന്നിലെ 2 കാരണങ്ങൾ വ്യക്തമാക്കുക. എന്തൊക്കെയാണ്? ഒരു നാടിന്റെ വിചാരധാരയെയും ജീവിതത്തെയും രേഖപ്പെടുത്തിയ എഴുത്തുകാരെ അറിയുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതിനാൽ. ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. ലേഖകന്റെ അഭിപ്രായത്തെ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: മാതൃഭാഷ വികാര പ്രകടനത്തിനുള്ള ഉപാധിയാണ്. ജനിച്ചു വളർന്ന നാടും പരിസരവും അതിൽ അലിഞ്ഞുചേരുന്നു. ശുദ്ധമായ ആശയവിനിമയത്തിനും ഭാവപ്രകടനത്തിനും മാതൃഭാഷയോളം കരുത്ത് മറ്റൊന്നിനില്ല. മാതൃഭാഷ അറിയാത്തത് സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകും. ഈ അഭിപ്രായത്തിന് കാരണമായി പുതുതലമുറ മുന്നോട്ട് വെക്കുന്ന എന്തെല്ലാം ന്യായങ്ങളാണ് ലേഖകൻ അവതരിപ്പിക്കുന്നത്? 4 മാർക്കിന്റെ ചോദ്യമാണ്. കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷ, അതിനപ്പുറം ഭാഷയ്ക്ക് മഹത്വമില്ല. ഭാഷ എന്നത് കേവലം പദബന്ധം മാത്രമാണ്. കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രമാണ് ഭാഷ എന്ന മനസ്ഥിതിയാണ് പുതുതലമുറയ്ക്കുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് അവർ ഭയക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. ഈ ശഠ്യത്തിനുള്ള കാരണങ്ങളായി ലേഖകൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ടാണ് മറ്റു ഭാഷ വളരെ എളുപ്പം പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. മാതൃഭാഷയിൽ താൻ വായിച്ച ശ്രേഷ്ഠരായ എഴുത്തുകാരുടെ കൃതികളിലെ ചിന്തകളാണ് തന്നെ ഒരു ശില്പം എന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയതെന്ന് ലേഖകൻ വിശ്വസിക്കുന്നു. മാതൃഭാഷ ഒരാളുടെ ആവിഷ്കാരത്തിന്റെ രൂപമാണ്, സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പമുള്ളപ്പോഴും അന്യരാണ്. മാതൃഭാഷയിലൂടെ സ്വന്തം സംസ്കാരത്തെ അറിയുക കൂടിയാണ് ചെയ്യുന്നത്. മാതൃഭാഷയെ മാറ്റാൻ ശ്രമിക്കുന്നത് പെറ്റമ്മയെ മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണ്. മാതൃഭാഷ പഠിക്കുകയല്ല, സ്വയം ആർജിക്കുകയാണ്. ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. മാതൃഭാഷ പഠിക്കേണ്ട ഒന്നാണെന്ന ചിന്ത ഒരാളിൽ ഉണ്ടാകുന്നില്ല. കുഞ്ഞ് നടക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി മാതൃഭാഷ ആർജിക്കാൻ കഴിയും. താൻ ശ്വസിക്കുന്ന വായു പോലെയും ഉണ്ണുന്ന ചോറ് പോലെയും അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങൾ പോലെയും ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തം പോലെയും മാതൃഭാഷ ഒരു വ്യക്തിയിൽ ഒഴുകുന്നു. മറ്റു ഭാഷകൾ പഠിക്കാനുള്ള അടിത്തറയാണ് മാതൃഭാഷ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇംഗ്ലീഷിൽ നെകളിച്ച് നടക്കുന്നുണ്ടല്ലോ ചിലർ, അവരെക്കുറിച്ച് ലേഖകന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക.
അവർ ആ ഭാഷ ശരിയായി പഠിച്ചാണ് സംസാരിക്കുന്നതെന്ന് ലേഖകൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഇംഗ്ലീഷിലെ വിഖ്യാതരായ സാഹിത്യകാരന്മാരെയോ ചിന്തകരെയോ കുറിച്ച് ശരിയായ ജ്ഞാനമില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയില്ല. കേവലം വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് അഹങ്കാരം കാട്ടുകയാണവർ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം. കേരളത്തിലെ പുതുതലമുറ നാടിനോടും ഭാഷയോടും ഈ ആദരവ് പുലർത്തുന്നുണ്ടോ? പ്രതികരണം കുറിക്കുക. പുതുതലമുറയിൽ അത്തരം മനോഭാവം വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ അവർ അന്യഭാഷകൾ കൂടുതൽ ഉപയോഗിക്കുന്നു. മാതൃഭാഷ അറിയില്ല എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു. പരിഷ്കാരത്തിന്റെ പേരിൽ അന്യ സംസ്കാരത്തെ സ്വീകരിക്കുന്നു. സ്വന്തം ഭാഷ, സ്വന്തം സംസ്കാരത്തെ തിരസ്കരിക്കുന്നു. വിദ്യാഭ്യാസത്തിനും മാതൃഭാഷ മാധ്യമമായി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഭാഷ തിരഞ്ഞെടുക്കുന്നത് പോലും ഭാവിയിൽ ചെയ്യുന്ന തൊഴിലിനെ ആസ്പദമാക്കിയാണ്. അവരെന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിനെ ആസ്പദമാക്കിയായിരിക്കും ഭാഷ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവർ തീരുമാനിക്കുന്നു. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ? ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. ലേഖകന്റെ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ലേഖകൻ പാഠഭാഗത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഇതര അഭിപ്രായങ്ങൾ വിശകലനം ചെയ്ത് മാതൃഭാഷയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്ഥാനം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.